കോഴഞ്ചേരി മർത്തോമ ചിറയിറമ്പ് പള്ളിയുടെ വികാരി ജോൺ മാത്യു അച്ഛൻ്റെ കുടുംബത്തോടൊപ്പമാണുള്ളത്. വന്ന സമയം നന്നായിരുന്നു. പള്ളിയിലെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് ഇടവക അംഗങ്ങൾ പിരിയുന്ന സമയത്താണ് എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഇടവകയിലെ ചെറിയ പാട്ടുകാരൊക്കെ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ വലിയൊരു സന്തോഷം കൂടിയുണ്ട്. അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ ഒക്കെ തന്നെ ഉണ്ട്. അച്ഛനോട് തന്നെ സംസാരിക്കാം. ഇത്തവണത്തെ ക്രിസ്മസ് എന്താ സ്പെഷ്യൽ? അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അതാണ് സന്ദേശം. അച്ഛനോട് തന്നെ ചോദിക്കാം. അച്ഛാ, വീട്ടിൽ ഇന്നിപ്പം കൂടുതൽ ബന്ധുക്കളൊക്കെ വരുമോ? പ്രതീക്ഷിക്കുന്നുണ്ടോ അവരെയൊക്കെ? ബന്ധുക്കളെക്കാൾ ഉപരിയായി നമ്മുടെ ഇടവചനങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഭവനത്തിൽ വരാറുണ്ട്. അങ്ങനെ ബന്ധുക്കളെ നമ്മൾ പോയി സന്ദർശിക്കുക, അവരൊക്കെ പ്രായമായതുകൊണ്ട് അവരെ സന്ദർശിക്കാനായിട്ടുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അച്ഛമ്മ, അടുക്കളയിൽ എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? അപ്പം കറിയും. മക്കള് പിന്നെ നിങ്ങളെന്നാ എത്തി? നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? ഞാൻ പഠിക്കുകയാണ്. 12th ശേഷം കോച്ചിങ് ചെയ്യാണ്. അതുകൊണ്ട് ഇന്നലെ രാവിലെ എത്തിയതുള്ളൂ. കണ്ടിരുന്നു. പിന്നെ ഈ അവധിക്കാണ് ഞാൻ ഇപ്പോൾ വന്നത്. എനിക്ക് ബിടെക് പഠിക്കുമായിരുന്നു. അപ്പോൾ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഈ മാസം തുടക്കത്തിലാണ് ഇപ്പോൾ വന്നത്. ഇടവകയിലെ കരോൾ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള കുട്ടികളാണ്. ജെസ്സി ആൻറ്റി ഇവരുടെ ഒരു പ്രധാനപ്പെട്ട മെമ്പറും നേതൃത്വത്തിലൊക്കെ ഉള്ള ആളും കൂടിയാണ്. എങ്ങനെയുണ്ട് ഇത്തരത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ? എല്ലാ വർഷത്തേക്കാളും ഈ വർഷം കുറച്ചുകൂടെ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാര്യം നല്ല ക്ലൈമറ്റും ഞങ്ങളെ പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്രിസ്തുവിൻ്റെ വരവ് സന്തോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസത്തെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കരോൾ നല്ലതായിരുന്നു, സൂപ്പറായി. എന്തായാലും ഈ ക്രിസ്മസ് ഈ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്മയും പ്രത്യാശയും സമ്മാനിക്കുന്നത് കൂടി ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.